ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 2A അസിസ്റ്റഡ് സൊസൈറ്റീസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെഫിനിഷൻസ് സ്റ്റാർട്ട് ചെയ്തു. സെക്ഷൻ 2 ആണ് KCS ആക്ട് ഓഫ് 1969 ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞു. അതിൽ ഫോളോ ചെയ്യുന്നത് ആൽഫബറ്റിക് ഓർഡർ ആണെന്ന് പറഞ്ഞു. സോ അത് പ്രകാരം സെക്ഷൻ 2A എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചു, അപ്പെക്സ് സൊസൈറ്റി. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് വൺ ആയിട്ടുള്ള സെക്ഷൻ 2AA അസിസ്റ്റഡ് സൊസൈറ്റി ആണ്. ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലെ തോന്നും. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അത് റിമൈൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ ടോപ്പിക്ക് പഠിക്കുന്നതിനൊപ്പം തലേ ദിവസത്തെ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് എക്സാം ഹാളിൽ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ സെക്ഷൻ 2A ആണ് അപ്പെക്സ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹോൾ സ്റ്റേറ്റ് ആയിരിക്കും. പിന്നെ അവിടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഓൺലി അതർ സൊസൈറ്റീസ് വിത്ത് സിമിലർ ഒബ്ജക്റ്റീവ്. അപ്പെക്സ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതേ ഒബ്ജക്റ്റ് തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രൈമറി സൊസൈറ്റീസിന് ഉണ്ടാവേണ്ടത്. പിന്നെ അപ്പെക്സ് സൊസൈറ്റീനെ ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സോ ഇനി നമുക്ക് അസിസ്റ്റഡ് സൊസൈറ്റീസ് എന്താണെന്ന് നോക്കാം. അസിസ്റ്റഡ് സൊസൈറ്റീസ് ഡിഫൈൻ ചെയ്യുന്നത് KCS ആക്ട് 1969 സെക്ഷൻ 2A സെക്ഷൻ 2A അസിസ്റ്റഡ് സൊസൈറ്റി. അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് വിച്ച് ഹാസ് റിസീവ്ഡ് എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ്. അസിസ്റ്റഡ് സൊസൈറ്റി, അസിസ്റ്റഡ് പറഞ്ഞ എന്താണ്, ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സഹായം നമുക്ക് കിട്ടുക. അതാണ് അസിസ്റ്റഡ് സൊസൈറ്റിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും രീതിയിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ സച്ച് സൊസൈറ്റീസ് ആർ കാൾഡ് അസിസ്റ്റഡ് സൊസൈറ്റി. ഈ അസിസ്റ്റഡ് സൊസൈറ്റിക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് പല രീതിക്ക് ഉണ്ടായിരിക്കാം. അതാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് മീൻസ് ഷെയർ ക്യാപിറ്റൽ, ലോൺ, ഗ്യാരണ്ടി, ഗ്രാൻറ്റ്സ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ നിന്ന് ലോണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുക, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ലോണായിട്ടൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ സച്ച് സൊസൈറ്റീസ് ആർ കാൾഡ് അസിസ്റ്റഡ് സൊസൈറ്റി. അപ്പോൾ ഇതിൽ പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടുക. ഓർ പിന്നെ അല്ലെങ്കിൽ അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇനി ഗ്യാരണ്ടി ഫ്രം ഗവൺമെൻറ്. ഇപ്പം നമുക്കൊരു സൊസൈറ്റി ലോൺ തന്നു കഴിഞ്ഞാൽ ആ പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൻ്റെ റീപേയ്മെൻറ്റിന് ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുക. ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ് ഇയാൾ പൈസ തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുക. ഓർ അതല്ലെങ്കിൽ ഫ്രം ദ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ്. ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഡയറക്റ്റ് ഗ്യാരണ്ടി നിൽക്കാം, അല്ലെങ്കിൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് ഗ്യാരണ്ടി നിൽക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഓർ ഡെപ്പോസിറ്റ്. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്റിൻ്റെ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ സച്ച് സൊസൈറ്റീസ് ആർ കാൾഡ് അസിസ്റ്റഡ് സൊസൈറ്റി. പിന്നെ ഇതിൽ പറയുന്നത് ആ ഒരു നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഏതൊക്കെ രീതിയിലാണെന്നാണ്. ഷെയർ ക്യാപിറ്റൽ, ലോണ്, ഗ്രാൻഡ് ഓർ ഗ്യാരണ്ടി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഓർ ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെൻറ്. പിന്നെ ഇതിൽ അടുത്തതായി പറയുന്നത് രജിസ്ട്രാർ ക്യാൻ സൂപ്പർസീഡ് ദ കമ്മിറ്റി ഓഫ് അസിസ്റ്റഡ് സൊസൈറ്റീസ് ഓൺലി. നമുക്കറിയാം സെക്ഷൻ 32 പ്രകാരം എന്താണ് KCS ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നത്? സൂപ്പർ സെഷനാണ്. ആ സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഈ രജിസ്ട്രാർക്ക് എല്ലാ സൊസൈറ്റീസും സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഏതാണ്? ഗവൺമെൻറ് ഏതൊക്കെ സൊസൈറ്റീസിനാണോ അസിസ്റ്റൻസ് നൽകുന്നത് അത്തരം സൊസൈറ്റീസാണ് രജിസ്ട്രാർക്ക് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുക. ഇത്രയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പിക്ചർ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ സൊസൈറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ നിന്ന് അസിസ്റ്റൻസ് കിട്ടുകയാണ്. ഏതൊക്കെ രീതിയിൽ? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ടും അതേപോലെ തന്നെ ഗ്യാരണ്ടി ആയിട്ടും. ഈ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് പല രീതിക്ക് കിട്ടുക. അത് ഷെയർ ക്യാപിറ്റൽ ആവാം, ലോൺ ആവാം, ഗ്രാൻറ്റ്സ് ആവാം, പിന്നെ അതേപോലെ തന്നെ ഗ്യാരണ്ടി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഓർ ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെൻറ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് രജിസ്ട്രാർ ക്യാൻ സൂപ്പർസീഡ് ദ കമ്മിറ്റി ഓഫ് അസിസ്റ്റഡ് സൊസൈറ്റീസ് ഓൺലി. രജിസ്ട്രാർക്ക് അസിസ്റ്റഡ് സൊസൈറ്റീസ് മാത്രമാണ് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റൂ. ഇത്രയാണ് അസിസ്റ്റഡ് സൊസൈറ്റിയുടെ ഡെഫിനേഷനിൽ പറയുന്നത്. ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. എങ്ങനെ? റിസീവ്ഡ് എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫ്രം ഗവൺമെൻറ് ഓർ ഗ്യാരണ്ടി ഫ്രം ഗവൺമെൻറ് ഓർ ഗ്യാരണ്ടി ഫ്രം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഓർ ഡെപ്പോസിറ്റ്. പിന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയെന്ന് പറയുന്നുണ്ട്. ഷെയർ ക്യാപിറ്റൽ, ലോണ്, ഗ്രാൻഡ്, ഗ്യാരണ്ടി ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഓർ ഇൻട്രസ്റ്റ് ഫ്രം ഗവൺമെൻറ്. പിന്നെ രജിസ്ട്രാർ ക്യാൻ സൂപ്പർസീഡ് ദ കമ്മിറ്റി ഓഫ് അസിസ്റ്റഡ് സൊസൈറ്റീസ് ഓൺലി. അസിസ്റ്റഡ് സൊസൈറ്റീസ് മാത്രമേ രജിസ്ട്രാർക്ക് സൂപ്പർസീഡ് ചെയ്യാൻ പറ്റൂ. ഇത്രയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഡെഫിനേഷനാണ് പഠിച്ചത്. സെക്ഷൻ 2A അപ്പെക്സ് സൊസൈറ്റി, സെക്ഷൻ 2AA അസിസ്റ്റഡ് സൊസൈറ്റി. താങ്ക് യു.